ഈ കൊറോണ കാലത്തൊക്കെ നമ്മളെങ്ങനെ അതിജീവിച്ചെന്നറിയോ? ഈ യേശുദാസ് പാടിയ പാട്ടും സിനിമാക്കാരുണ്ടാക്കിയ സിനിമകളും എഴുത്തുകാരുണ്ടാക്കിയ ഇതൊക്കെ ആ സമയത്ത് കണ്ടും വായിച്ചുമാണ് കൊറോണയൊക്കെ അതിജീവിച്ചത്. അപ്പൊ കലാകാരന്മാർ എന്നും ഈ നാടിന് വേണ്ടവരാണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റു പല രീതിയിലേക്കും ചർച്ചകൾ കൊണ്ടുപോകാം. പക്ഷെ ഈ സിനിമ വളരെ കൃത്യമായിട്ട് നമ്മുടെ നാടിനെ ഇന്ന് ഇതാക്കുന്ന ഒരു ക്യാൻസർ പോലും അല്ല എന്ന് പറയാം. ക്യാൻസർ പിന്നെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റും ഇന്ന് സർവ്വസാധാരണമായി. പക്ഷെ അതിനേക്കാൾ വലിയ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഈ ലഹരി, നിരോധിത ലഹരിയുടെ ഒരു വലിയ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ചെറിയ സിനിമയായിട്ട് ജയകുമാർ സാറ്. അപ്പൊ അത് എന്തായാലും ഒരു മുഴുനീള വേഷം എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. ചേട്ടന്റെ മകന് സിനിമയോടും നാടകത്തിനോടുള്ള ഒരു താല്പര്യം എത്രത്തോളാണ്? അവൻ ഇപ്പോൾ താല്പര്യം നാടകത്തിനോടാണ്. അവൻ ഏറ്റവും ഇഷ്ടം ടെക്നിക്കൽ സൈഡാണ്. ആക്ട് ചെയ്യാനൊന്നും വലിയ താല്പര്യം ഇല്ലെന്ന് തോന്നില്ല. പക്ഷെ അവൻ്റെ ടെക്നിക്കൽ സൈഡ്, എഡിറ്റിംഗ്, ക്യാമറ, അതിപ്പോൾ എൻ്റെ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് അവനെ ഇപ്പം വർക്ക് ചെയ്യുന്നത്. പിന്നെ അവൻ അങ്ങനെയാണ്. ഇപ്പം അത്യാവശ്യം കളരി പഠിക്കുന്നു, ചിത്രം വരക്കാൻ പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പക്ഷേ ഭാവിയിൽ ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ആള് സിനിമയിലേക്ക് വരാനുള്ള സാധ്യത അതൊന്നുമില്ല. അതിൽ അവരിഷ്ടമാണ്. മാവ് വെച്ച മാവന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ കുട്ടികളെ ഒരു കാര്യമുള്ളൂ. അവൻ ഇപ്പൊ ഞാൻ ഇപ്പൊ അവനെ ചെയ്യുന്നത് വെച്ചാൽ അവന് നല്ലൊരു സോഷ്യൽ മാനായിട്ട് വളർത്താൻ നോക്കുന്നത്. നാട്ടിൽ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നു. ബാലസംഘം പോലുള്ള കുട്ടികളുടെ സംഘടനയുടെ പ്രസിഡന്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വളർത്തുകയാണ്. നാട്ടിൽ തെയ്യം കാണാൻ പോകുന്നു, ഉത്സവം കാണാൻ പോകുന്നു, രാഷ്ട്രീയ പ്രസംഗം കേൾക്കാൻ പോകുന്നുണ്ട്, എല്ലാത്തിനും വിടുന്നു. എന്നിട്ട് അവൻ തീരുമാനിക്കട്ടെ എന്താവണമെന്ന്. അതേ നമുക്ക് ആക്ച്വലി മോൻ ഭയങ്കര പീസ്ഫുൾ മൈൻഡഡ് കുട്ടിയാവാനേ വഴിയുള്ളൂ. കാരണം അവരുടെ പ്രൊഫഷൻ സെലക്ട് ചെയ്തത് ഇതിനെ സച്ച് എ വേ ആൾക്ക് അറിയാൻ പറ്റില്ല വാട്ട് ഈസ് ടെൻഷൻ. മക്കള് പലപ്പോഴും വഴിയാധാരമായി പോകുന്നുവെങ്കിൽ നമ്മൾ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിക്കണം, അവരുടെ കൂട്ടുകെട്ടൊന്ന് അന്വേഷിക്കണം. വേണ്ടേ? ഈ രണ്ടെണ്ണവും ഈ കുട്ടികളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട സംഭവം. ഒരു പരിധി വരെ എനിക്ക് പറയാം. നല്ല ഫാമിലി ആണെങ്കിൽ സാധ്യത കൂടുതലാണ്. സാധ്യത. എന്നാൽ നല്ല ഫാമിലിയിൽ നിന്ന് കുട്ടികൾ പിഴച്ചു പോകാം. എവിടെ പിഴയ്ക്കുന്നു? കൂട്ടുകെട്ട് ശരിയല്ലെങ്കിൽ. ഒരു വ്യക്തി ഒറ്റയ്ക്ക് അങ്ങ് പിഴച്ചു പോകില്ല. ഒരു വ്യക്തി ഒറ്റയ്ക്ക് വെക്കില്ല. ഒന്നുകിൽ അവൻ കാണുന്നതിലെ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ കേൾക്കുന്നതിലെ കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ അനുഭവിക്കുന്നതിലെ കുറെ കാര്യങ്ങൾ. എന്റെ മകളുടെ കൂട്ടുകെട്ട് മോശമായിരുന്നില്ല. സിനിമയെ കുറിച്ച് പറഞ്ഞു അല്ല, മനസ്സിലായി. അങ്ങനെ പറഞ്ഞു വരുമ്പോ സിനിമ മൊത്തം പുറത്തേക്ക് വരും. നമ്മുടെ സിനിമയിൽ അങ്ങനെ സസ്പെൻസ് ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ സാർ ഈ പേരിട്ടത് റിയൽ. നമ്മൾ കൺമുന്നിൽ കാണുന്ന ഇത് തന്നെയാണ്. ഇപ്പൊ വൈഫ് മകളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതാണ്. അച്ഛൻ്റെ വേഷമാണ് എനിക്ക്. പക്ഷെ ഞാൻ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്. മകള് ഇങ്ങനെ നേരം വൈകി എണീക്കുന്നു. അപ്പൊ അച്ഛനായ ഞാൻ പറയുന്നു, അവൾ എന്തിനാ ഇത്ര സമയം ഉറങ്ങുന്നത്? അപ്പൊ അമ്മ പറയുന്നു, അവള് കുറച്ച് കിടന്ന് ഉറങ്ങിക്കോട്ടില്ലേ അവള്. അപ്പൊ ഇതൊക്കെ എല്ലാ വീട്ടിലും സംഭവിക്കുന്നതാണ്. മനസ്സിലായത്? അതുകൊണ്ട് അതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞത്. പക്ഷെ ഒരു ഘട്ടത്തിൽ നമ്മൾ പറയുന്നു, അമിതമായി മക്കളെ സ്നേഹിക്കാൻ പാടില്ല. അമിതമായിട്ട് മക്കളെ സ്നേഹിക്കാൻ അപ്പൊ അങ്ങനെ ഒരു അമിതമായി സ്നേഹിച്ചൊരു അമ്മയാണ്. അത് ആരധികം സ്നേഹിക്കുന്ന അവരേക്ക് അധികം ദുഃഖം. പക്ഷെ റിയൽ ലൈഫിൽ ഭയങ്കര ടഫ് ആയിട്ടുള്ള അമ്മയാണ്. മക്കളൊക്കെ ഇങ്ങനെ അങ്ങനെ മറ്റേ സന്തൂർ മമ്മിയാണെന്ന് കാണുമ്പോ മനസ്സിലാവും. എങ്ങനെയാണ്? മോഡേൺ മമ്മിയാണോ അതോ? മോഡേണും ട്രഡീഷണലും അങ്ങനെയൊന്നുമില്ല. പക്ഷെ കഴിയുന്നതും നോർമൽ മമ്മി. കമ്മ്യൂണിക്കേഷൻ എല്ലാ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവിടെ നടന്നതൊക്കെ ഞാൻ അറിയണം, അത്രേ ഉള്ളൂ. രണ്ടുപേരും ഹോസ്റ്റലിലാണെങ്കിലും വിളിച്ചറിയും. പിന്നെ പക്ഷെ നല്ല എല്ലാം കാര്യം അറിയുന്ന നല്ല ഹസ്ബൻഡ് ഉണ്ട്. പിന്നെ എന്റെ അമ്മ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.